അങ്ങനെ ദൈവത്തിന് മനസ്സിൽ വിചാരിച്ച് നീ കിട്ടോ. ഈ യുവതലമുറയുടെ യാത്ര ഇതെങ്ങോട്ട്? ഹലോ, വെൽക്കം ബാക്ക് ടു സ്വസ്തി. ഇതൊരു ഹർത്താൽ ഡേ അല്ലെങ്കിൽ ഒരു ലേസി ഡേ വ്ളോഗാണ്. സോ ലെറ്റ്സ് ഗോ. പുട്ടുപൊടി എടുത്ത് ഇനി നമുക്ക് ഉള്ളി വേണ്ടേ? നീ ഒന്ന് തേങ്ങാച്ചേര വയ്ക്കോ? തേങ്ങാച്ചേര അല്ല, ഈ ബട്ടർ ഇതിലിട്ട മെൽട്ടാവോ? അറിയില്ല, എന്നോട് ചോദിക്കുന്നേ. മെൽട്ടാക്കി ബട്ടർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മെൽട്ടാവേണ്ടതാണ്. മെൽട്ടായിക്കോളൂ. അങ്ങനെ ദൈവത്തിന് മനസ്സിൽ വിചാരിച്ച് നീ കിട്ടോ. ഇനി നീ എന്തായാലും ഒരു തേങ്ങ കൂടി ഉടച്ചിട്ട് നീ എന്നൊന്ന് പൊട്ടിച്ചേരുവാ. പൊട്ടിക്കാൻ അറിയില്ലല്ലേ? ഈ യുവതലമുറയുടെ യാത്ര ഇതെങ്ങോട്ട്? വേണേ കുറച്ച് തേങ്ങ നീൻ്റെ അത്രയധികം എത്രയൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്കെല്ലാം ഉണ്ടാക്കുന്ന തന്നെയാ. 3 ദിവസത്തേക്ക്. അതല്ലേ പറഞ്ഞേ നിന്നോട് രാത്രി എല്ലാം കഴിച്ചു ഇരുന്നിട്ട് കാത്തോളനെ. ഈശ്വര ഭഗവാനെ. എടി കുക്കർ പൊട്ടൂലല്ലോ, എന്റെ ബാക്കിലുള്ള. നീ കുറച്ചിങ്ങോട്ടെന്ന് വെച്ചാൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാധനമാണ് കുക്കർ. ഓക്കെ, അതിൽ തൊടല്ലേ. നോക്ക്, ഇത് നമ്മൾ ഇടും അല്ലേ? നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് ഇടും. ഇതിന്റെ അടപ്പ് എവിടെ? ഇതറിയില്ലല്ലേ? അടപ്പില്ല, ഞാൻ എടുത്തു തരാം. ശ്രീകുട്ടാ, നിനക്കിന്ന് പുട്ട് വേണമെന്ന് നിർബന്ധമുണ്ടോ? തേങ്ങ ഇടാൻ പറഞ്ഞേക്കാം. ചപ്പാത്തി ആയാലോ? എടുക്കട്ടെ, എനിക്ക് പേടിയുണ്ട്. അതാ ഹാൻഡിന്റെ പിടി. എടുക്ക്. അങ്ങനെയല്ല, ഇങ്ങനെ പിടി. ഇങ്ങോട്ട് വാ. വെള്ളമായതാ, എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്. കുറച്ചുകൂടെ ഇക്കട്ടെ. കുറച്ചുകൂടി ഇട്ടോ, കുറച്ചുകൂടി ഇട്ടോ. മതി മതി. ഇനി എടുത്ത് വെക്കാല്ലേ? A few moments later. ഇങ്ങനെ ഉണ്ടാവും. ഇത് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. കരിയുന്ന രണ്ടാ മിക്കവാറും അമ്മ പറയും നേലായിരുന്നു കുക്ക് ചെയ്യരുത്. ഉള്ളിയെടുക്ക്. കൊടുക്കണ്ട. കിട്ടും മൊത്തോട്ട് ചോദിക്കോ. ഒരു സ്പൂട്ടർ ഇടുന്ന? അല്ല, അതൊന്നും വേണ്ട, ഞാൻ നിനക്ക് എടുത്ത് തന്നിട്ടില്ലേ? ഇത്ര പോരാ. സിമ്മിലാക്ക. കാണാൻ രസമുണ്ടല്ലേ? അമ്മ അറിയില്ല, ടേസ്റ്റ് ഉണ്ടോന്നായിരിക്കും അമ്മ ആദ്യം ചോദിക്കുക. നമുക്കറിയൂടാ. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ? ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. കാണാം. എന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ